Good morning, students. Our next topic is selection. Selection is the process of putting right men on the right job. നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെലക്ഷൻ എന്താണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഞാനതുകൊണ്ട് നിങ്ങൾക്ക് ആ നോട്ട് തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. പുട്ടിങ് റൈറ്റ് പേഴ്സൺ ഓൺ ദി റൈറ്റ് ജോബ്. കറക്റ്റ് ആയിട്ടുള്ള ആളെ കറക്റ്റ് ആയിട്ടുള്ള ജോബിൽ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യുന്നതിനെ പുട്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓഫ് മാച്ചിങ് ഓർഗനൈസേഷണൽ റിക്രൂട്ട്മെന്റ്സ് വിത്ത് ദി skill and qualities of the people. It's a procedure of matching. It's a procedure ആണ്. ഇതൊരു പ്രൊസീജിയർ ആണ് ഓഫ് മാച്ചിങ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ ഒരു പ്രൊസീജിയർ ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മാച്ചിങ് ഓർഗനൈസേഷണൽ റിക്രൂട്ട്മെന്റ്സ്. ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ച് സ്കിൽ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പീപ്പിൾ. അതായത് ആളുകളുടെ സ്കിൽ ആൻഡ് ക്വാളിറ്റീസും അതുപോലെ ഓർഗനൈസേഷന്റെ എന്ത് തരത്തിലുള്ള സ്കില്ലാണ് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യുന്നു? രണ്ടും തമ്മിൽ മാച്ച് ചെയ്തിട്ട് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് ചെയ്യുന്നു. വൺസ് an adequate number of applicants can be sourced. Once an adequate number of applicants have been sourced, the process of selection begins. നമുക്ക് ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും അല്ലെ? എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന പ്രോസസ്സിൽ കൂടി ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെലക്ഷൻ ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ചൂസിംഗ് This process involves choosing the candidate who best meet the qualities and have great aptitude for the job. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ആളെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് പോസ്റ്റിലോട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ മാർക്കറ്റിംഗ് പോസ്റ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. The main objective of a process is to match individual characteristics such as ability, experience, and on with the requirements of the job. The main objective of process is match individual characteristics. Individual ability, characteristics, experience ഒക്കെ നമ്മൾ ആരുമായിട്ട് മാച്ച് ചെയ്യുന്നു വിത്ത് ദി ജോബിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച്. അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ നീഡ്സ് അനുസരിച്ചുള്ള ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യം ഉണ്ടായിരിക്കും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ മാച്ച് ചെയ്യും. അതായത് ഈ ആപ്ലിക്കേഷൻ തരുന്നവരെ മാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ സോ ദി സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് പുട്ടിങ് ദി റൈറ്റ് പേഴ്സൺ ഓൺ ദി റൈറ്റ് ജോബ്. റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ പുട്ട് ചെയ്യുന്നത്. അതായത് എംപ്ലോയീസിന്റെ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓഫ് മാച്ചിങ് ഓർഗനൈസേഷണൽ റിക്രൂട്ട്മെന്റ്സ് വിത്ത് ദി സ്കിൽ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പീപ്പിൾ. ഓർഗനൈസേഷന്റെ മാച്ച് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ചും ആളുകളുടെ സ്കിൽ ആൻഡ് എബിലിറ്റിയും കൂടെ മാച്ച് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പുട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എ സെലക്ഷൻ പ്രോസസ്. നമുക്കറിയാം സെലക്ഷൻ എന്ന് പറയുന്ന കുറെ പ്രോസസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എ സെലക്ഷൻ? പ്രോപ്പർ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഓഫ് എംപ്ലോയീസ് ലീഡ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ കമ്പനി. അല്ലെ? നമുക്കറിയാം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ നമ്മൾ പോസ്റ്റ് ചെയ്ത ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവും അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ടും പ്രൊഡക്ടിവിറ്റി കൂടും, പ്രോഫിറ്റബിലിറ്റി കൂടും. ദി കമ്പനി ക്യാൻ സിമിലർലി ഓൺലി ബി ആസ് ഗുഡ് ആസ് കേപ്പബിൾ ഓഫ് എംപ്ലോയീസ്. അതുപോലെ കമ്പനി എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഗുഡ് കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? കമ്പനി ഡെവലപ്പ് ആവും. Second one, hiring of a talent and skilled employees result in the swift
achievement of company's goal. Hiring talent, ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ അതിൻ്റെ കമ്പനിക്ക് അതിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയും. Then industrial accidents will disastrously reduce the number when the right technical staff employed for a right job. അതായത് ഡിസാസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്, അതായത് നമ്മുടെ ആക്സിഡന്റ് ഒക്കെ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അതായത് മിഷനറീസ് ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം ത്രൂ ടെക്നിക്കൽ റൈറ്റ് നമ്പർ ഓഫ് റൈറ്റ് ജോബ്. അതായത് നമുക്ക് നല്ലൊരു ടെക്നീഷ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മിഷനറീൻ്റെ കേടുപാടുകളൊക്കെ കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ള ബ്രേക്ക് ഡൗണുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. When people get a job are good at create a sense of satisfaction with them and that their work efficiency and quality improve. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജോബിൽ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെ. ഇപ്പം നമ്മളൊരു മാനേജർ ആവണം എന്ന് വിചാരിച്ച് മാനേജറായ എന്താണ്, നമുക്ക് പെട്ടെന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ ആ ജോബിൽ. ദാറ്റ് വിൽ ഇൻക്രീസ് ദി എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി. അതെന്ത് ചെയ്യുന്നു, എഫിഷ്യൻസിയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. People who are satisfied with their job often tend to high morale and motivation to perform. ആരാണോ സാറ്റിസ്ഫൈഡ് ആവുന്ന എംപ്ലോയീസ്, they are working at a morale and motivated to പെർഫോം ബെറ്റർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരെ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലേ. നമുക്കറിയാം, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലേ. നമ്മളതിൽ ഭയങ്കര എന്താ പറയുന്നത്, നമ്മളതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും അല്ലെ, മോട്ടിവേറ്റ് കിട്ടും. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ അപ്പോയിൻമെന്റ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്. പ്രോപ്പർ സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത്. നിങ്ങൾക്കിത് ചുരുക്കിയിട്ട് ഓർത്തിരിക്കാൻ, ലീഡ് ആണ് ഒന്ന് വരുന്നത്, ലീഡ് ടു ഗ്രോത്ത്. 2 കമ്പനീസ് ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് പൊസിഷനെ ഡിസ്ട്രക്റ്റീവ്ലി എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. എങ്ങനെയാണ്, സാറ്റിസ്ഫാക്ഷനോട് ഹൈ മൊറാൽ ആൻഡ് മോട്ടിവേഷൻ ടു ബെറ്റർ പെർഫോമൻസ്. അതാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Next, selection process. Every organization creates a selection process because they have their own requirements, although the main step remain the same. So let us understand brief how the selection process work. Selection process എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. ഏകദേശമൊക്കെ സെയിം ആയിട്ടുള്ള സ്റ്റെപ്സുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ദി സെലക്ഷൻ പ്രോസസ്സ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്ന് പഠിച്ചതാണ്. അതേ തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂ, റിസീവിംഗ് ആപ്ലിക്കേഷൻസ്, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻസ്, എംപ്ലോയ്മെന്റ് ടെസ്റ്റ്, ഇന്റർവ്യൂ, റഫറൻസ് ചെക്കിംഗ്, മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫൈനൽ സെലക്ഷൻസ് അല്ലെ. ആദ്യത്തെ 3 സ്റ്റേജ് കഴിഞ്ഞ് എംപ്ലോയ്മെന്റ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, റിജക്റ്റ് ആവാം അല്ലെ. ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് എന്താവാം, അൺസ്യൂട്ടബിൾ ആയിട്ട് തോന്നാൻ റിജക്റ്റ് ചെയ്യും. റഫറൻസ് ചെക്കിങ് ആ സമയത്ത് എന്ത് ചെയ്യാം, റിജക്ഷൻ ഉണ്ടാകും. മെഡിക്കൽ എക്സാമിനേഷൻ ആ സമയത്തും സ്യൂട്ടബിൾ അല്ലാത്തവർ എന്ത് ചെയ്യും, റിജക്റ്റ് ആയി പോകും. അപ്പം ഏറ്റവും ലാസ്റ്റ് എല്ലാ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് എവിടെയൊക്കെ എടുത്തുള്ളൂ, ഫൈനൽ സെലക്ഷൻ. അപ്പം ഈ ഒക്കെ സ്റ്റേജുകളിലൊക്കെ റിജക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിക്ചറോടെ ഇവിടെ അഡീഷണൽ ഇവിടെ കാണിച്ചിട്ട് ഉള്ളത്. This is a very general and basic interview conducted as eliminate the candidate who are completely unfit to work in the organization. അതായത് കുറേ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആപ്ലിക്കേഷൻ തരുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. അപ്പം ഇതിൽ നിന്ന് കുറേ ആൾക്കാരെ, തീരെ ഫിറ്റ് അല്ലാത്ത കുറേ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പ്രിലിമിനറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇന്റർവ്യൂ നടത്തും. അപ്പോൾ ദീസ് ലീവ്സ് ദി ഓർഗനൈസേഷൻ വിത്ത് എ പൂൾ ഓഫ് പൊട്ടൻഷ്യലി ഫിറ്റ് എംപ്ലോയീസ് ടു fill their vacancies. നമുക്കപ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടും അല്ലെ. നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള കുറെ എംപ്ലോയീസിനെ കിട്ടും, അതിൽ നിന്ന് സെലക്ട് ചെയ്താണ്. അപ്പൊ അൺഫിറ്റ് ആയിട്ടുള്ള, തീരെ ഫിറ്റ് അല്ലാത്ത കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നിട്ടുണ്ടായിരിക്കും, അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ദാറ്റ് ഈസ് എ ബേസിക് ഇന്റർവ്യൂ.
Then receiving applications. Second one എന്ന് പറഞ്ഞാൽ potential employee apply for a job by sending application to the organization. The applications give the interviewers information about the candidates like their biodata, work experience, hobbies and interest. Receiving applications. Next നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ അപ്ലൈ ഫോർ ജോബ് ബൈ സെൻഡിങ് ആപ്ലിക്കേഷൻ ടു ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലോട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത് തന്നെ. ദി ആപ്ലിക്കേഷൻ ഗീവ് ദി ഇന്റർവ്യൂവേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ബയോഡേറ്റയും എക്സ്പീരിയൻസും അങ്ങനെയുള്ള എല്ലാ കാര്യവും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. ദാറ്റ്സ് എ സെക്കൻഡ് റിസീവിംഗ് ആപ്ലിക്കേഷൻ. Screening applications. Once the applications are received, they are screened by the special screening committee who choose candidate from the applicant to call for an interview. Applications may be selected on a special criteria like qualification, work experience. Then നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു? ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തു. ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഉണ്ടായിരിക്കും വാക്ക് ഇൻ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് നിങ്ങൾ കാണാറുണ്ട്. ആ സമയത്ത് നമുക്ക് ബയോഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ബയോഡേറ്റയൊക്കെ നമ്മൾ ഈ പ്രിലിമിനറി ഇന്റർവ്യൂ സമയത്തായിരിക്കും വാക്കിംഗ് ഇന്റർവ്യൂല് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ ഇന്റർവ്യൂ നടത്തിയിട്ട് അൺഫിറ്റ് അല്ലാത്ത കുറെ ആൾക്കാരെ അവോയ്ഡ് ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇവരോട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വാങ്ങുന്നുണ്ടായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്താൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ആപ്ലിക്കേഷൻ കയ്യിൽ പിടിക്കുന്നുണ്ടായിരിക്കും. അതിലായിരിക്കും അവരെ കുറിച്ചുള്ള ബയോഡേറ്റയും വർക്ക് എക്സ്പീരിയൻസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രീൻ്റെയും പി ജിൻ്റെയും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നമ്മൾ കോപ്പി കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രീനിങ് ആപ്ലിക്കേഷൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ, ഈ ഇന്റർവ്യൂ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമ്മളൊന്ന് അനലൈസ് ചെയ്യും. നമ്മൾ സെലക്ട് ആക്കിയതിൽ നിന്ന് വീണ്ടും കുറച്ച് ആളുകളെ കൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ ആൾക്കാരെ സ്യൂട്ടബിൾ അല്ലാത്ത, ചിലപ്പോൾ ഇന്റർവ്യൂവിന് കുറച്ചൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവരുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും, നമ്മളിപ്പോൾ പി ജി ഉള്ള ഒരാളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതിന് പി ജി ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ അയാൾ നല്ലോണം ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ മിനിമം ക്വാളിഫിക്കേഷൻ പി ജി ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻസ് നടത്തുന്നത്. അതായത് നമുക്കൊരു സ്പെഷ്യൽ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി ഇതിൽ ഓരോ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഓരോ കാര്യങ്ങളും ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കും. ദെൻ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ക്രീൻ ചെയ്യും. ആപ്ലിക്കേഷനെ സ്ക്രീൻ ചെയ്യുന്ന ഉണ്ടായിരിക്കും. അതാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Next, employment test. Employment test in order before an organization decide a suitable job for any need, they have gauge their talent and talent and skills. This is done through various employment tests like intelligence test, aptitude test, proficiency test, personality test. ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അന്ന് പഠിച്ചതാണ്. ഞാനത് ജസ്റ്റ് പറയണുള്ളൂ. നിങ്ങൾ നോക്കുക. ഡൗട്ട് ഉള്ളവരെന്നോട് പേഴ്സണലി അയക്കാൻ ഞാൻ അയച്ചു തരാം. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെന്റ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടായിരിക്കും. നമ്മൾ സ്ക്രീൻ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനിൽ നിന്ന് ഇനി എല്ലാവരും എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റ് ടെസ്റ്റ് നടത്തുന്നുണ്ടായിരിക്കും. അതായത് ഇന്റലിജന്റ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡും പ്രൊഫിഷ്യൻസി ടെസ്റ്റും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. അതാണ് എംപ്ലോയ്മെന്റ് സ്യൂട്ടബിൾ. ഇൻ ഓർഗനൈസേഷൻ ഡിസൈഡ് എ സ്യൂട്ടബിൾ ജോബ് ഫോർ ആൻ ഇന്ത്യ, ദേ ഹാവ് ഗസ് ദർ. നമുക്ക് ഓരോരുത്തരുടെയും ടാലന്റും എബിലിറ്റി ഒക്കെ ഗസ് ചെയ്യാം അല്ലെ? ആ ഗസ് ചെയ്യാൻ വെറുതെ ഗസ് ചെയ്താൽ കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്ത ഒരാള്
നല്ല ടാലൻ്റ് ഉള്ള ആവണമെന്നില്ല. നമ്മൾ ചോദിച്ച ആ നിമിഷത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മറ്റുള്ളവരെ ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റുകൾ നടത്തും. പല ടൈപ്പ് ഓഫ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത്. അതാണ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. Then employment interview. The next step is selection process. Employee interview. Employment interview are done by identifying candidate's skill and set of ability to work in the organization in detail. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതായത് ഏറ്റവും കാൻഡിഡേറ്റിൻ്റെ കപ്പാസിറ്റിയും കാലിബറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നമ്മളൊരു ഇൻ്റർവ്യൂ ആണ് എംപ്ലോയ്മെൻറ്റ് interview എന്ന് പറയുന്നത്. Purpose of an employment interview, find out the suitability of the candidate. കാൻഡിഡേറ്റ് നമ്മുടെ ഈ ഒരു പൊസിഷനിലോട്ട് എത്രയും തോളം സ്യൂട്ടബിൾ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഇൻ്റർവ്യൂ. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് ആണ് ചെക്കിംഗ് ഓഫ് എ റഫറൻസ്. നമുക്ക് റഫറൻസിനെ ചെക്ക് ചെയ്യണം അല്ലേ. അതായത് നിങ്ങൾ ബയോഡേറ്റ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ബയോഡേറ്റയിൽ അല്ലെ സി വിയിൽ എന്ത് ചെയ്യും, ഒരു റഫറൻസിൻ്റെ 1-2 ആൾക്കാരെ കൊടുക്കുന്നത്. അതായത് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാൻ പാകത്തിനുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ പണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ വർക്കിൽ ചെയ്ത സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രത്തോളം കോണ്ടാക്റ്റ് ഉള്ള ആളുടെ നമ്പർ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യും, ഇവരെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യും. അതാണ് റഫറൻസ്. പേഴ്സൺ ഹു ഗിവ് ദി റഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ദി കപ്പാസിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് പ്രീവിയസ് കമ്പനീസ് ആൻഡ് ലീഡർഷിപ്പ്, മാനേജീരിയൽ സ്കിൽ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ആരാണ് പ്രൊവൈഡ് ചെയ്യുക, ഈ റഫറൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഈ ഇൻഫർമേഷനൊക്കെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, HR ഡിപ്പാർട്ട്മെൻറ്റ് കെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കോൺഫിഡൻഷ്യൽ ആയിട്ട്. ഇതൊന്നും പുറത്തു വിടുകയില്ല. അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾ CV ഒക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ അതിൻ്റെ അകത്തൊരു റഫറൻസ് നമ്പറുകൾ വെക്കുന്നുണ്ടായിരിക്കും, അഡ്രസ്സും. നോർമലി നമ്മൾ വെക്കുക, നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിൻ്റെ ഒക്കെ നമ്പറുകളും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക റഫറൻസ്. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ. ദി മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ. മെഡിക്കൽ ഹെൽപ്പ് ദി എംപ്ലോയീസ് നോ അബൌട്ട് ദി പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫിസിക്കലി ഫിറ്റ്. നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ഈ ഒരു ജോബ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. എ ഗുഡ് സിസ്റ്റം ഓഫ് മെഡിക്കൽ ചെക്കപ്പ് എൻഷുർ ദി എംപ്ലോയീസ് സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹയർ ദെയർ ആർ fewer cases in absenteeism, accident and employee turnover. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും അസുഖമുള്ള വ്യക്തിയൊക്കെയാണ് നമുക്ക് എപ്പോഴും ടേൺ ഓവറും ആബ്സെൻറ്റീസും അതുപോലെ ആക്സിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. പിന്നെ ചില ടൈപ്പ് ഓഫ് ജോബിന് ഇത്രത്തോളം മെഡിക്കൽ ഫിസിക്കൽ കപ്പാസിറ്റിയും കാലിബറും വേണമെന്നുണ്ട്. അപ്പോൾ അതിന് കമ്പൽസറി ആയിട്ട് നടത്തുന്നുണ്ടായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട്. അല്ലാത്ത കേസ് ഇപ്പോൾ നമുക്ക് പോലീസിലൊക്കെ എടുക്കുമ്പോൾ അറിയാം അല്ലെ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അത് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവിടെ ഏറ്റവും ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമുള്ള ഒരു ജോബാണ്. അതേപോലെ കമ്പനികളൊക്കെ നോക്കാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് നോൺ വെദർ ഇറ്റ് ഈസ് എ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ മെൻ്റലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നറിയാം. ദെൻ ഫൈനൽ സെലക്ഷൻ ആൻഡ് അപ്പോയിൻമെന്റ് ലെറ്റർ. ദിസ് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ്. After candidate is successfully passed all written test, interviewer and medical examiner, the employee is sent to emailed an appointment letter നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പാണ്. The appointment letter contain all the details about the job. ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ, വർക്കിംഗ് അവേഴ്സും സാലറിയും ലീവ് അലവൻസും everything is included in this appointment letter. Employees are hired on a conditional basis where they are hired permanently after the employer satisfied with them. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ടെമ്പററി ആയിട്ടായിരിക്കും എടുക്കുക, പിന്നീട് എന്ത് ചെയ്യണം, നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദീസ് ആർ ദി സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം നിങ്ങൾ എല്ലാവരും നോക്കുക ഇതൊന്ന്. നിങ്ങളിത് നേരത്തെ ഒന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ നോട്ട് ഉപയോഗിച്ചാലും മതി. ആ നോട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നോട്ട് ബുക്കിലോട്ട് വീണ്ടും എഴുതുക, അല്ലെങ്കിൽ ഞാൻ ഈ തന്നിട്ടുള്ള നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.